പറയൂ എന്താ തെറപ്പി പരിപാടി പറയൂ. ഈ ഫോൺ അടിക്കട് കണ്ടന്റ് പഠിക്കില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പപ്പാട് കടറ് അത് ഒളിപ്പിച്ചേക്കാം. ഓക്കെ മുസ്തഫയുടെ ഇതില്ലേ ഓക്കെ ഇതാ ഓക്കെ ഇതിനുള്ളിലാണ് വാങ്ങാം. ഓക്കെ യാ ഇതാ ഇതേപോലത്തെ സാധനങ്ങൾ നമ്മുടെ ഉണ്ട്. വാവ് വാവ് ആ റിയാക്ഷനൊക്കെ ഉണ്ടോ? സാധനം പൊട്ടിക്കട്ടെ. വർക്കർ അത് ഇവിടേക്ക് വരുമ്പോ കഴുകിട്ടാ വന്നത്. അത് ഓന്റെ ആ മനസ്സ് കാണണം. അങ്ങനെ നമ്മൾ എവിടേക്ക് തറക്കി? ഫാമിലാണ്. പപ്പാട ഫാം. അതെടാ ആയിക്കോളൂ. അത് വേണ്ടേ പൊട്ടിക്ക് തരത്തേ എന്താണ്? മേലിക്കാക്കാണ്ട് പൊട്ടിച്ചായി. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഇടുമ്പോഴവന്റെ റിയാക്ഷൻ ജിമ്മ് കാണിച്ചൊക്കെ സെൻസറി ആയിട്ട് നമ്മുടെ വീട്ടിലെ മരം കയറി അങ്ങനെ 2 ഭാഗങ്ങളിൽ പൊട്ടിക്കാൻ പോയിട്ട് മേലെ അവിടെ എന്താ പൊട്ടിക്കാരൊക്കെ പിന്നെ വെറുതെ മേലെ കയറിക്കാ കൈ ഫ്ലെക്സ് ചെയ്യാണ്. ഒന്ന് മെയിൻ ആവണ്ടിട്ടോ ആ ചെറുക്ക കണ്ടുപിടിച്ചു അടിയിലുള്ള അത് കുഴപ്പമില്ല. പക്ഷെ നമ്മളെയൊക്കെ ടാക്ടിക്കലി പൊട്ടിച്ചില്ലേ? വാവ് എന്റെ ചെക്ക ഇതൊക്കെ പട കഷ്ടപ്പെട്ട് പൊടിച്ചിരുന്നു. അത് പൊന്തില്ല എനിക്ക് പൊന്തില്ല. ഓക്കെ ഇനി വരല്ലേ ചലഞ്ച്? ഓക്കെ എനിക്ക് വേണ്ടി ചലഞ്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. കാണാല്ലോ ഒന്നും കാണാല. ഫാമാണ് നടക്കുന്ന. എന്നിട്ട് കാണിച്ചു കൊടുക്കും. ഇത് യൂട്യൂബുകളാണ്. ഉണ്ടേ നടക്കേ ജിങ്ങനെ നടന്ന് കാണിച്ചു കൊടുക്കേ ഇപ്പപ്പാടെ ഫാമേ പിള്ളേർക്ക് കാണണ്ടേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്താ സാധനം എന്നുള്ളത്. ഇതാണ് പറയേണ്ട ആള്. ഇതിനാണല്ലോ ഇതിനായിട്ട് ഇനി പറയാം. അങ്ങനെ പറയാം. ഇനിയിപ്പോ അത് കാണുന്നുണ്ടെങ്കിൽ എവിടെ ആ നിൽക്കണ ചേര അതാണ് ചേര എവിടെ അത് നമ്മൾ കണ്ടന്റ് എക്സ്ക്ലൂസീവാണ്. അത് കണ്ടന്റ് ചാലി ബാനാവും നമുക്കത് ചെയ്യാൻ പാടില്ല. നമ്മളിനി അങ്ങനെ ഇപ്പൊ പാടെ കിണറ്റിൽ ഇതിപ്പോ സ്വന്തമായി കുത്തിയ കിണറല്ലേ? ഒരു ഇതിലാണ് കുത്തിയാണ്. അതെ ഇന്ന് രാവിലെ വെള്ളം അടിച്ച് പുസ്തകം വെള്ളം പറ്റിച്ചു. എന്താ പുസ്തകം അങ്ങനെയൊക്കെ ചെയ്ത് എന്നാലും വെള്ളം ഉണ്ട് ഇപ്പോഴും വീണ്ടും വന്നുകൂടും. പുസ്തകം നാളെ പറ്റിക്കാളാണിത്. അത് കാണുന്നില്ലേ? ആരില്ലാത്ത ഗ്രൗണ്ടിൽ പിള്ളേരുകൾ ഒരു സങ്കടത്തോടെ നടന്നു പോകുന്നു. അതാ മുസ്തുവിന്റെ കിച്ചുവിന്റെ ഫാൻസ്. കിച്ചുവിന്റെ അതേ ചെരുപ്പ്. കിച്ചുവിന്റെ സാധനം കിട്ടൂല എന്തായാലും. ഹലോ നമുക്ക് ഇവിടുന്ന് മെല്ലെ നീങ്ങാം. നമുക്ക് ഇനി എന്തായാലും ചേര നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയി വലയെ കുടുങ്ങി മരിച്ച ചേരയെ നമുക്ക് ഇനി കാണാൻ പോവാം. കുടുങ്ങി മരിച്ച ചേരയുടെ കണ്ണ് എവിടെ? ആ ചേരയൊക്കെ ആകെ പടായിക്കോണു. ഒരു ചേരയുടെ കണ്ണ് കണ്ട് ആ ചെലിഞ്ഞ എന്താ അൺരക്ഷിത അബക്ക് തൽക്കാലത്തേക്ക് ചേരയുടെ കണ്ണ് മരിച്ചെടുക്കുന്ന ചേരയുടെ കണ്ണ് നിങ്ങൾ കണ്ടു ഗൈസ്. ഇതാണ് മരിച്ചെടുക്കുന്നത്. നിര്യാതനായി ഇന്നല്ല ഓക്കെ ഒക്കെ കറക്റ്റായി പറഞ്ഞു. എന്തേലൊക്കെ ആൾക്കാർ ബാക്കി ചൊല്ലിക്കോളും. എന്തായാലും പാമ്പി ചൊല്ലണമെന്നുണ്ടോ? എന്നാ ചൊല്ലുക. നേന്ത്രവാഴ. ഇത് നേന്ത്രവാഴയാണ്. ഓക്കെ ഇതിന്റെ കാര്യങ്ങളുടെ കാര്യസ്ഥ നമ്മളെ മുസ്തഫ പറയൂ എന്തൊക്കെയാണ് പറഞ്ഞു? ഇതൊക്കെ നേന്ത്രവാഴയാണ്. പൂളത്തറി. ഓക്കെ ഇനി എന്തൊക്കെയാണല്ലോ ഇവിടെ? വാവ് അത് അതേതാണ്? കുഴിയില്ലാത്ത ചെറുപഴം അല്ലേ? കുഴിയില്ലാത്ത ചെറുപഴം. ഓക്കെ ഈ കുഴിയുള്ള നേന്ത്രപ്പഴം, കുഴിയില്ലാത്ത ചെറുപഴം.
ചേര സാറിനെ നമ്മൾ എന്തായാലും ആത്മഹത്യ സ്ഥലത്ത് നിന്ന് കുറച്ച് വിട്ടിട്ടില്ലേ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നേരെ തിരിച്ച് തസ്ലീം വരുന്നുണ്ടോ? അയ്യോ ആ തസ്ലീം ഓൻ കോസ്റ്റ്യൂം ഒക്കെ മാറിട്ടാ വരുന്നത്. ഓൻ പാല് പിടിക്കാൻ പോയതാണ്. എന്തായാലും ഫാമിലിക്ക് ഉള്ള കോസ്റ്റ്യൂം ഒക്കെ മാറി നമ്മളെ ചെക്കൻ വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ ഇല്ല. മാങ്ങ കണ്ട് അമ്പരക്കുന്ന തസ്ലീം. മിത്തിക്കോ അതൊക്കെ അടക്കപ്പഴത്തിന്റെ അടിയിൽ ഇതാ ചേരസാർ തൂങ്ങി മരിച്ച ഇതിന്റെ അടിയിൽ ചേരസാർ തൂങ്ങി മരിച്ച നീ കണ്ടോ? അത് പോയി കാണൂ. ഓ ചെന്ന് കാണൂ. എന്തൊക്കെ ഇതൊക്കെ കാണാനുള്ളതല്ലേ? നീ പോയി കണ്ടോ? ഞങ്ങൾ 40 ഇത് കൊടുത്തിട്ട് വരാം. കൊടുക്കാൻ മാത്രമല്ലേ? എന്തായാലും വിലക്ക് വന്നിട്ട് പോവാം. ഗൈസ് 4 ദിവസം ഒരു 2 മിനിറ്റ് പണിയെടുത്തപ്പോഴും ഫാമിൽ നിന്ന് പോയപ്പോഴും ഫുള്ള് കൊതു അടിച്ച് ആകെ മൊത്തം പെട്ടു. നമ്മളെ തർഫി ഫോൺ ഒളിപ്പിക്കൽ ചടങ്ങിലാണ്. എന്താണ് തർഫി കാട്ടാൻ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് ആ സ്ക്രീനിൽ കണ്ടുപിടിക്കാം. ഓ ആൻഡ്രോയിഡ് ആ സാധനല്ലേ? ഓ എന്നിങ്ങനെ തർഫി എനിക്ക് സാധിക്കും ഇതൊക്കെ. ഓ യെസ് മുസ്തഫാടെ നമ്മളതിൻ്റെ ഇടയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് അതി പപ്പാടെ ഫാമിലെ മയില്. അയ്യോ മയില് പോയോ? പക്ഷേ മയില് പോയടാ. നമുക്ക് എന്താ ചെയ്യുക? അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. എന്തായാലും അങ്ങനെ അത് വേറെ വഴി കാണാനില്ല. എന്തായാലും തൽക്കാലത്തേക്ക് അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും. നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു ആദ്യം? താറാവ് പിന്നെന്തുണ്ടായിരുന്നു? പ്രാവ് ഉണ്ടായിരുന്നു. പ്രാവ് അവിടെ ഇല്ലായിരുന്നു. പ്രാവില്ല, മൊയിലോ? മൊയിൽ അല്ല, മൊയിൽ അവിടെ ഇല്ലായിരുന്നു. എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ജീവികൾ എന്തായാലും നമ്മളെ ഇതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല അല്ലേ? ഇല്ല, അതൊന്നും ഇല്ലാത്തൊരു വിഷമം ഉണ്ടോ? ഉണ്ട്. അതെ. ആ വിഷമം മുഖത്ത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. നമ്മുടെ ചെക്കന്മാർ ഇപ്പോഴും ആത്മഹത്യ ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ആത്മഹത്യയുടെ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണോ? ഒരു സിനിമ കാണാതൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഇപ്പം ഉണ്ടാക്കിയുണ്ട്. ഇത്ര കഷ്ടപ്പെട്ടെന്നറിയും, എന്നാലും വേണ്ടില്ല. പക്ഷേ ഇനി 35 കൂടുതൽ എടുത്തതിന് എൻ്റെ കയ്യുമത്തെ ഇപ്പം തന്നെ ഓരോന്ന് വരുന്നുണ്ട്. എന്ത് ചൂടേ? എന്നാ എടുക്കേ കാമോ, എന്നെ കൂടെ പറ്റൂ. വാ, എൻ്റെ തസ്ലീം അതിനെക്കുറിച്ച് എനിക്ക് വേണ്ടി, എൻ്റെ വ്ളോഗിന് വേണ്ടി. അല്ലെൻ്റെ തസ്ലീം എത്ര സ്നേഹം വേദായിരിക്കില്ല. എനിക്ക് വേണ്ടി തസ്ലീം എന്തൊക്കെ ചെയ്യുന്നു. അടക്കാപ്പാഴം പൊടിച്ചോണ്ട് എടുക്കാടാ. നമുക്ക് അത് വാട്ടറാ. ഇനിയിപ്പോൾ അടുത്ത ആക്കാ പൊട്ടി പൊടിക്കാനല്ലേ? ഇനിയിപ്പോൾ എന്തായാലും എടുത്തോ. എൻ്റെ ചെക്ക എന്തൊക്കെ കാട്ടുണ്ട്. ആ പാമ്പിനെ ആക്കെ മരവിച്ച് ഇതായിക്കോളൂ. എന്തുണ്ട്? ഫ്ലെക്സിബിളാണ്. ഇപ്പോഴും ഉണ്ടാ ഭയം. ഒരു തെരപ്പിക്ക് മതി. സെൻസർ കണ്ടന്റ് അതിന്റെ കുട്ടിയോ തേങ്ങയാണ്. സെൻസേർഡ് കണ്ടന്റ് നല്ല വെയിറ്റ് ഉണ്ട്. എങ്ങനെ തസ്ലീമെ പൊക്കിയ അനുഭവം പറയൂ, എക്സ്പീരിയൻസ് പറയൂ. അതിന്റെ ഒരു വെയിറ്റിലാണ്. ആ വെയിറ്റ് താകുന്നില്ലേ? 10 മിനിറ്റ് ആയി നമ്മളെ കണ്ടന്റ്. ഹെഡ് എടുക്കറ. ഹെഡ് അതാ മുകളില്. ഹെഡ് എന്താ ആരൊക്കെ വിളിക്കണല്ലോ?